ഓം ശാന്തി 30-3-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പ്രാണൻ ദാനം നൽകുന്നത് ബാബയാണ്. ബാബ നൽകുന്ന ജ്ഞാനത്തിലൂടെ പ്രാണൻ ദാനമായി ലഭിക്കുന്നു. ഇങ്ങനെ പ്രാണദാനം നൽകുന്ന ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ചോദ്യം: എന്തിന്റെ ആധാരത്തിലാണ് 21 ജന്മത്തേക്ക് നിങ്ങളുടെ എല്ലാ ഭണ്ഡാരവും നിറയുന്നത്? ഉത്തരം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്ന ജ്ഞാനം വരുമാന മാർഗമാണ്. ഈ പഠിപ്പിന്റെ ആധാരത്തിൽ എല്ലാ ഭണ്ഡാരവും നിറയുന്നു. ഈ പഠിപ്പിലൂടെ 21 ജന്മത്തേക്ക് സന്തോഷം ലഭിക്കുന്നു. ഒരു വസ്തുവിന്റെ പ്രാപ്തിക്ക് വേണ്ടിയും ആഗ്രഹിക്കേണ്ടതായി വരുന്നില്ല. ബാബ നൽകുന്ന ജ്ഞാനത്തിലൂടെ ആത്മാവ് എന്തിൽ നിന്നും എന്താകുന്നു? ഓം ശാന്തി. ഭഗവാനുവാച. സാളിഗ്രാം അർത്ഥം ആത്മാക്കളായ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ശിവബാബ നമ്മളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. കുട്ടികൾക്കറിയാം, ബാബ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം മനസ്സിലാക്കി തരുന്നു. കുട്ടികൾക്ക് ഒന്നും തന്നെ പുതിയ കാര്യങ്ങളായി തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി. മനുഷ്യർ സർവ്വതും മറന്നുപോയി. ആരാണോ പഠിപ്പിച്ചത് അവർക്ക് പകരം ആദ്യ നമ്പറിൽ പഠിക്കുന്ന ആളുടെ പേര് നൽകി. നിങ്ങൾക്ക് പഠിച്ച് പഠിച്ച് ഈ കാര്യം തെളിയിക്കണം. ഭാരതത്തിലെ ശാസ്ത്രങ്ങളുടെ തന്നെ കാര്യമാണ്, അല്ലാതെ മറ്റ് ധർമ്മശാസ്ത്രങ്ങളുടെ കാര്യമല്ല. ഭാരതത്തിലെ പുരാണങ്ങളിലാണ് തെറ്റ് സംഭവിച്ചത്. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് തെളിയിക്കുവാൻ കഴിയില്ല. കുട്ടികൾ അറിയുന്നുണ്ട്, ഇത് അനാദിയായ നാടകമാണ്. ഇത് വീണ്ടും ആവർത്തിക്കും. നിങ്ങൾ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. മനുഷ്യരുടെ ഉദ്ധാരണമുണ്ടാകുമ്പോൾ ലോകവും ഉദ്ധരിക്കപ്പെടുന്നു. സത്യയുഗം ഉദ്ധരിക്കപ്പെട്ട പുതിയ ലോകമാണ്. കലിയുഗം അധപ്പതിച്ച പഴയ ലോകമാണ്. ഇതും നിങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ധാരണ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് യോഗ്യതയുള്ളവരാകുന്നു. ഇതിൽ വളരെ വ്യക്തത വേണം. ബാബ എത്ര വ്യക്തമായാണ് ഓരോന്നും മനസ്സിലാക്കി തന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ ഉദ്ധരിക്കപ്പെട്ടാൽ പിന്നീട് ബാബയ്ക്ക് നിങ്ങളെ നന്നാക്കേണ്ടതായ ആവശ്യമില്ല. നിങ്ങൾ സംസ്കാരമില്ലാത്തവരായി മാറി. ഇപ്പോൾ വീണ്ടും സംസ്കാരമുള്ളവർ, അർത്ഥം ദേവീ ദേവത ആകുന്നു. അത് സത്യയുഗത്തിലാണ് ഉള്ളത്. അവർ എല്ലാവരും ഉദ്ധരിക്കപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ അധപ്പതിക്കപ്പെട്ടവർ അവരുടെ പൂജ ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ അവരെ ഉദ്ധരിക്കപ്പെട്ടവർ എന്ന് പറയുന്നു എന്ന് ഒരാളുടെയും ബുദ്ധിയിലും വരുന്നില്ല. എല്ലാവരും മനുഷ്യർ തന്നെ. പക്ഷെ ആരാണോ ഉദ്ധരിക്കപ്പെട്ടവർ, സംസ്കാര സമ്പന്നർ, അവർ തന്നെ അധപ്പതിച്ചു. സംസ്കാരമുള്ളവരും ഇല്ലാത്തവരും. ബാക്കി ഇപ്പോഴുള്ള ആര്യസമാജം, മഠങ്ങളും പ്രസ്ഥാനങ്ങളുമാണ്. ഇതെല്ലാം വൃക്ഷത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്. ഇതിന്റെ ആയുസ് 5000 വർഷമാണ്. ഇതിന്റെ പേര് കൽപ്പവൃക്ഷം എന്നാണ്. പക്ഷെ കൽപ്പവൃക്ഷം എന്ന വാക്കിലൂടെ മനുഷ്യരുടെ ബുദ്ധിയിൽ വൃക്ഷം വരുന്നതേയില്ല. നിങ്ങൾക്ക് വൃക്ഷത്തിന്റെ രൂപത്തിൽ മനസ്സിലാക്കി തരുന്നു. അവർ പറയുന്നു, കൽപ്പം 1,00,000 വർഷത്തിന്റേതാണ്. ബാബ പറയുന്നു, ഇത് 5000 വർഷത്തിന്റേതാണ്. പക്ഷെ ഓരോരുത്തരും കൽപ്പത്തിന്റെ ആയുസ് കേൾപ്പിക്കുന്നത് ഓരോ തരത്തിലാണ്. പൂർണമായും മനസ്സിലാക്കി തരുന്ന ആരുമില്ല. പരസ്പരം എത്ര ശാസ്ത്രവാദങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളുടേത് ആത്മീയ സംഭാഷണമാണ്. നിങ്ങൾ സെമിനാർ നടത്തൂ. ഇതിനെയാണ് ആത്മീയ സംഭാഷണമെന്ന് പറയുന്നത്. ചോദ്യം ഉത്തരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ചെയ്യുന്നു. ബാബ ഏതൊന്നാണോ നിങ്ങളെ കേൾപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ വിഷയം കണ്ടെത്തി നിങ്ങൾ കേൾപ്പിക്കൂ.
ഈ ലോകത്തുള്ളവർ എന്ത് കേൾപ്പിക്കുന്നു ഇതും നിങ്ങൾ പോയി മനസ്സിലാക്കൂ. അതിനുശേഷം വന്ന് ബാബയെ കേൾപ്പിക്കണം. അതായത് ഈ പ്രകാരത്തിലുള്ള വാദപ്രതിവാദം നടന്നു. ആദ്യം ഇത് മനസ്സിലാക്കി കൊടുക്കണം, ഗീതയുടെ ഭഗവാൻ ആരാണ്. ഭഗവാനായ ബാബയെ മറന്നത് കാരണമാണ് പൂർണമായും നാശം സംഭവിച്ചത്. നിങ്ങൾ കുട്ടികൾക്ക് ബാബയോട് സ്നേഹമുണ്ട്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയാണ് പ്രാണദാനം നൽകുന്നത്. ബാബ ജ്ഞാനത്തിന്റെ ദാനം ചെയ്യുന്നതിലൂടെ എന്തിൽ നിന്നും എന്തായി മാറുന്നു. അതിനാൽ ബാബയുടെ മേൽ അത്രത്തോളം സ്നേഹം ഉണ്ടായിരിക്കണം. ബാബ നമ്മളെ ഈ രീതിയിൽ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. നമ്മൾ കൃഷ്ണനെ എത്ര ഓർമ്മിക്കുന്നു, പക്ഷെ അവരിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. നാരായണനെ ഓർമ്മിക്കുന്നതിലൂടെ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ ദരിദ്രനിലും ദരിദ്രനായി. ദേവതമാർ എത്ര പവിത്രമായിരുന്നു. ഇപ്പോൾ എല്ലാ വസ്തുക്കളും കൃത്രിമമായി മാറി. ഏതൊന്നിനാണോ വിലയില്ലാതിരുന്നത് അത് ഇന്ന് വിലയുള്ളതായി. സത്യയുഗത്തിൽ ധാന്യത്തിനും മറ്റും വിലയുടെ കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ സമ്പത്ത് ഉണ്ടായിരിക്കും. ഒന്നിന്റെ പോലും പ്രാപ്തിയുടെ ആഗ്രഹം വെക്കേണ്ടതില്ല. കാരണം അപ്രാപ്തമായ ഒരു വസ്തു പോലും ഉണ്ടായിരിക്കില്ല. ബാബ പറയുന്നു, ബാബ നിങ്ങളുടെ ഭണ്ഡാരം നിറച്ചു തരുന്നു. നിങ്ങൾ ജ്ഞാനം നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭണ്ഡാരം നിറയുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ജ്ഞാനം വരുമാന മാർഗമാണ്. ജ്ഞാനം സർവ്വതുമാണ്. ഈ പഠിപ്പിലൂടെ നിങ്ങൾ എത്ര ഉയർന്നവരാകുന്നു. ജ്ഞാനവും ഖജനാവാണല്ലോ. ലോകത്തിലുള്ള ടീച്ചേഴ്സും പഠിപ്പിക്കുന്നു, പക്ഷെ അതിലൂടെ അല്പകാല സുഖമാണ് ലഭിക്കുന്നത്. ഈ പഠിപ്പിലൂടെ നിങ്ങൾക്ക് 21 ജന്മത്തെ സുഖം ലഭിക്കുന്നു. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കുന്നതിനും സമയമെടുക്കും. പെട്ടെന്നാരും മനസ്സിലാക്കില്ല. കോടിയിലും ചിലരേ വരികയുള്ളൂ. പകുതി കൽപ്പത്തോളം എല്ലാ മനുഷ്യരും പരസ്പരം വീഴ്ത്തി വന്നു. ഉയർത്തുന്നത് ഒരേ ഒരു ബാബയാണ്. പക്ഷേ പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിക്കുന്ന ആൾക്ക് പകരം പഠിക്കുന്ന കുട്ടിയുടെ പേരിട്ടു. ലോകത്തിലുള്ളവർ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പറയുന്നുണ്ട് ഭഗവാനു വാച പഠിപ്പിച്ചു പോയി. പിന്നീട് അതിന്റെ യാതൊരു പുരാണ ഗ്രന്ഥവും ഇല്ല. സത്യയുഗത്തിൽ ഒരു ശാസ്ത്രവും ഇല്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ഗ്രന്ഥങ്ങളാണ്. എത്ര വലിയ വൃക്ഷമാണ്. ഭക്തിയിലെ ഈ അനേക ശിഖരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ വൃക്ഷമെന്ന പേരും ഉണ്ടാകുമായിരുന്നില്ല. ഇതെല്ലാം ധാരണ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ധാരണ ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കുന്ന ആൾ പഠിപ്പിച്ചതിനു ശേഷം മറയുന്നു. പഠിക്കുന്നവർ വിശ്വത്തിന്റെ അധികാരിയായി വരുന്നു. എത്ര പുതിയ പുതിയ കാര്യങ്ങളാണ്. ഒരു കാര്യം പോലും ഒരാളുടെ ബുദ്ധിയിലും ഇല്ല. വിദ്യാർത്ഥികൾ, നിങ്ങൾ എല്ലാവരും നമ്പർ വൈസാണ്. ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. ഇത് പരിധിയില്ലാത്ത വളരെ വലിയ പരീക്ഷയാണ്. നിങ്ങൾ അറിയുന്നു, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്നുവെങ്കിൽ കൽപ്പകൽപ്പാന്തരം നല്ല രീതിയിൽ പഠിക്കും. നല്ല രീതിയിൽ പഠിക്കുന്നവർ ഉയർന്ന പദവി നേടും. എല്ലാവരും നമ്പർ വൈസായി പോകും. മുഴുവൻ ക്ലാസും ട്രാൻസ്ഫർ ആകും. നമ്പർ വൈസായി പോയി ഇരിക്കും. ഈ ജ്ഞാനവും ആത്മാവിലാണ് ഉള്ളത്. നല്ലതോ മോശമായതോ ആയ സംസ്കാരവും ആത്മാവിലാണ് ഉള്ളത്. ശരീരം മണ്ണാകുന്നു. ആത്മാവിന് നിർലേപമാകാൻ കഴിയില്ല. 100% സതോപ്രധാനം, 100% തമോപ്രധാനമാകുന്നത് ആരാണ്? ഇതും നിങ്ങളാണ് അറിയുന്നത്. ആദ്യം പാവപ്പെട്ടവരെ ഉയർത്തണം. അവർ ആദ്യം വരും. ഗുരുക്കന്മാരുടെയും നല്ല നല്ല അനന്യ ശിഷ്യന്മാർ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ്
അവരുടെയും ബുദ്ധി തുറക്കുന്നത്. ഇത് നമ്മളുടെ ഇലയിൽ, അതായത് ധർമ്മത്തിൽ നിന്ന് പോയതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആരാണോ ഈ ധർമ്മത്തിലുള്ളവർ അവർ വരും. ബാബ വന്ന് പുതിയ വൃക്ഷം നടുന്നു. ആരെല്ലാമാണോ മറ്റ് ധർമ്മങ്ങളിലേക്ക് പോയത് അവർ എല്ലാവരും തിരിച്ചുവരും. വീണ്ടും തന്റെ ഭാരതത്തിലേക്ക് വരും. ഭാരതവാസി ആയിരുന്നല്ലോ. നമ്മുടെ ശിഖരത്തിലുള്ളവർ ആരെല്ലാമാണോ അവരെല്ലാവരും വരും. മുന്നോട്ടു പോകുമ്പോൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കും. എവിടെയെല്ലാം അന്യരാജ്യക്കാരുണ്ടോ അവരെയെല്ലാം പുറത്താക്കുകയാണ്. അവർ വളരെ ധനവാനായി, ഇവിടെയുള്ളവർ ദരിദ്രമായി എന്ന് മനസ്സിലാക്കുന്നു. അന്തിമത്തിൽ എല്ലാവർക്കും അവരവരുടെ ധർമ്മങ്ങളിലേക്ക് പോകണം. അവസാനം എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് ഓടും. വിദേശത്ത് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവരെ ഭാരതത്തിൽ കൊണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭാരതം പവിത്ര ഭൂമിയാണ്. ഭാരതം പുതിയ ലോകമായിരുന്നു. ഈ സമയം ഇതിനെ നിർവികാരി ലോകമെന്ന് പറയില്ല. ഇത് വികാരി ലോകമാണ്. അതിനാൽ വിളിക്കുന്നു, അല്ലയോ പതിത പാവന, വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കൂ. പക്ഷെ ലോകം ഇതുതന്നെയാണ്. ഈ സമയം ഈ ലോകത്തിൽ ആരും പാവനമായി ഇല്ല. പാവന ആത്മാക്കൾ മൂലവതനത്തിലാണ്. അത് ബ്രഹ്മമഹതത്വമാണ്. എല്ലാവരും പാവനമായി അവിടേക്ക് പോകും. പിന്നെ നമ്പർ വയസ്സായി പാർട്ട് അഭിനയിക്കുവാൻ വരും. ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ ഫൗണ്ടേഷനാണ് ഇത്. പിന്നീട് പ്രധാനമായും 3 ശാഖകൾ വരുന്നു. ഇത് ദേവതാധർമ്മമാണ്. ഇത് ശിഖരമല്ല. ആദ്യം ഇതാണ് ഫൗണ്ടേഷൻ, പിന്നീട് 3 ശിഖരങ്ങൾ. മുഖ്യമായിട്ടുള്ളത് 4 ധർമ്മങ്ങളാണ്. ഏറ്റവും നല്ല ധർമ്മം ഈ ബ്രാഹ്മണ ധർമ്മം. ഇതിന് വളരെയധികം മഹിമയുണ്ട്. നിങ്ങൾ ഇവിടെ വജ്രതുല്യമാകുന്നു. ബാബ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ എത്ര ഉയർന്നവരാണ്. ദേവതകളെക്കാളും നിങ്ങൾ ബ്രാഹ്മണർ വളരെ ജ്ഞാനം ഉള്ളവരാണ്. അതിശയമല്ലേ? നമ്മൾ എടുക്കുന്ന ജ്ഞാനം നമ്മുടെ കൂടെ വരും. പിന്നീട് സത്യയുഗത്തിൽ എത്തിയാൽ ഈ ജ്ഞാനം പോലും മറന്നുപോകും. നിങ്ങൾ അറിയുന്നുണ്ട്, ആദ്യം നമ്മൾ എന്തു പഠിച്ചു, ഇപ്പോൾ എന്തു പഠിക്കുന്നു. ICSലുള്ളവരും ആദ്യം പഠിക്കുന്നതും പിന്നീട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ വളരെ പുതിയ പോയിന്റ്സ് കേൾക്കും. ബാബ ഇപ്പോൾ പറയില്ല, പിന്നീട് കേൾപ്പിക്കുന്നതിന്റെയാണ് പാർട്ടും. ബുദ്ധിയിലുണ്ടായിരിക്കണം, ജ്ഞാനത്തിന്റെ പാർട്ട് എപ്പോൾ പൂർത്തിയാകുന്നുവോ ആ സമയം നമ്മളും ബാബയുടെ ജ്ഞാനത്തെ ധാരണ ചെയ്യും. പിന്നീട് നമ്മളുടെ പാർട്ട് സ്വർഗത്തിൽ ആരംഭിക്കും. ബാബയുടെ പാർട്ട് പൂർത്തിയാകും. ബുദ്ധിയിൽ വളരെ നല്ല രീതിയിലുള്ള ധാരണ വേണം. അതിനാൽ സ്മരിച്ചുകൊണ്ടിരിക്കൂ, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഓർമ്മിക്കുന്നില്ല എങ്കിൽ പദവി കുറഞ്ഞു പോകും. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ശരീരബോധം ഇല്ലാതാകും. സന്യാസിമാർ പോലും ഈ അവസ്ഥ അഭ്യാസം ചെയ്ത് ചെയ്ത് ശരീരം ഉപേക്ഷിക്കുന്നു. പക്ഷെ അവരുടെ വഴി വേറെയാണ്. അതിനാൽ അവർക്ക് വീണ്ടും ജന്മം എടുക്കണം. ഫോളോവേഴ്സ് മനസ്സിലാക്കുന്നു, അവർ ബ്രഹ്മത്തിൽ ലയിച്ചു, ഇനി തിരിച്ചു വരില്ല എന്ന്. ബാബ മനസ്സിലാക്കി തരുന്നു, ഒരാൾക്കും തിരിച്ചു പോകുവാൻ കഴിയില്ല. അന്തിമത്തിൽ എപ്പോഴാണോ എല്ലാ അഭിനേതാക്കളും സ്റ്റേജിൽ വരുന്നത് അപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകും. അത് പരിധിയുള്ള വിനാശി നാടകം, ഇത് പരിധിയില്ലാത്ത അവിനാശി നാടകം. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഡ്രാമ പേൻ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പിന്നീട് ചെറിയ ചെറിയ നാടകങ്ങൾ തയ്യാറാക്കുന്നു. അസത്യമായ ഫിലിം നിർമ്മിക്കുന്നു. അതിൽ വിഷ്ണു അവതരണം പോലുള്ള നല്ല കാര്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെ മുകളിൽ നിന്നും ആരും ഇറങ്ങി വരുന്നില്ല. ലക്ഷ്മി നാരായണൻ
പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. ബാക്കി മുകളിൽ നിന്ന് ആരും വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ ബാബ പഠിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ആദ്യം നിങ്ങളും തുച്ഛബുദ്ധിയുള്ളവരായിരുന്നു. എപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നുവോ അപ്പോൾ നിങ്ങളുടെ ബുദ്ധി തുറന്നു. ഇത്രയും നാൾ ഏതൊന്നാണോ കേട്ടുവന്നത് അതൊന്നും തന്നെ യാതൊരു പ്രയോജനത്തിലും വരുന്നില്ല. മാത്രമല്ല താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതിനാൽ നിങ്ങൾ എല്ലാവരെ കൊണ്ടും എഴുതിക്കൂ. എപ്പോഴാണോ അവർ എഴുതി തരുന്നത് അപ്പോൾ മനസ്സിലാക്കാം ഇവരുടെ ബുദ്ധിയിൽ കുറച്ചു മനസ്സിലായിട്ടുണ്ട്. പുറമേ നിന്ന് വരുന്നു. ഫോം പൂരിപ്പിക്കുമ്പോൾ മനസ്സിലാകും ഇത് നമ്മളുടെ കുലമാണ്. മുഖ്യമായ കാര്യം ബാബയെ അറിയുക എന്നതാണ്. മനസ്സിലാക്കണം, ബാബ കൽപ്പകൽപ്പം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ചോദിക്കണം, എപ്പോൾ മുതൽ പവിത്രതയുണ്ട്? പെട്ടെന്നൊന്നും ഉദ്ധരിക്കപ്പെടില്ല. ഇടയ്ക്കിടയ്ക്ക് മായ പിടിക്കും. നോക്കും, കച്ചായാണെങ്കിൽ വിഴുങ്ങും. ചില മഹാരഥികളെ പോലും മായ വിഴുങ്ങി. പുരാണങ്ങളിലുള്ള ഉദാഹരണം ഇപ്പോഴത്തേതാണ്. ക്ഷേത്രങ്ങളിലും കുതിരസവാരിക്കാർ, മഹാരഥികൾ, കലാൽപ്പട എന്നിങ്ങനെ എല്ലാവരെയും കാണിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓർമ്മചിഹ്നത്തെ നോക്കൂ. നിങ്ങൾ ഇതിന് സമാനമാകുമ്പോൾ ഭക്തിയും ഇല്ലാതാകുന്നു. നിങ്ങൾ ആരുടെ മുന്നിലും തല കുനിക്കേണ്ട. നിങ്ങൾ അവരോട് ചോദിക്കണം, ഈ ദേവീ ദേവതമാർ ഇപ്പോൾ എവിടെ പോയി? ഇവരുടെ ബയോഗ്രഫി, അതായത് ജീവചരിത്രം കേൾപ്പിക്കൂ. ബാബ നിങ്ങളെ നോളജ്ഫുൾ ആക്കി. അതിനാൽ നിങ്ങൾ ചോദിക്കണം. അതിനായി ലഹരി ഉണ്ടായിരിക്കണം. 8 പേരാണ് ബഹുമതിയോടെ പാസ്സാകുന്നത്. ഇത് വളരെ വലിയ പരീക്ഷയാണ്. സ്വയത്തെ നോക്കണം. ഞാൻ ആത്മാവ് പവിത്രമായോ? എപ്പോഴാണോ യോഗത്തിലിരിക്കുന്നത് അപ്പോൾ ബാറ്ററി ചാർജാകും. ബാബയുമായി യോഗം വയ്ക്കുന്നുവെങ്കിൽ സതോ പ്രധാനമാകും. തമോ പ്രധാന ആത്മാവിന് തിരിച്ചു പോകുവാനേ കഴിയില്ല. ഇതും ഡ്രാമയാണ്. അവിടെ ദുഃഖം നൽകുന്ന ഒരു വസ്തുവും ഇല്ല. പശുക്കൾ പോലും സുന്ദരമായിരിക്കും. കൃഷ്ണനോടൊപ്പം എത്ര സുന്ദരമായ പശുക്കളെയാണ് കാണിക്കുന്നത്. വലിയ വലിയ വ്യക്തികളുടെ ഫർണിച്ചറും സുന്ദരമായിരിക്കും. പശുക്കൾ നല്ല രീതിയിൽ പാല് നൽകും. അതിനാലല്ലേ പാലരുവി ഒഴുകും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ നോളജ്ഫുൾ ആയി മാറി. ഈ ലോകത്തെ നിങ്ങൾ തുച്ഛമെന്ന് മനസ്സിലാക്കുന്നു. ഇതിലെ മുഴുവൻ അഴുക്കും സ്വാഹ ആകും. പിന്നീട് മുഴുവൻ അഴുക്കും ഇല്ലാതായി എല്ലാം സ്വച്ഛമാകും. നമ്മൾ നമ്മുടെ രാജധാനിയിലേക്ക് പോകും. അതിന്റെ പേരാണ് സ്വർഗം. കേൾക്കുമ്പോൾ തന്നെ എത്ര സന്തോഷമുണ്ടാകണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ അധപ്പതിച്ച ലോകത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആദ്യം സ്വയം ഉദ്ധരിക്കണം. തന്റെ ബുദ്ധിയെ ബാബയുടെ ഓർമ്മയിൽ പരിശുദ്ധമാക്കണം. 2. പരസ്പരം വാദപ്രതിവാദത്തിനു പകരം ആത്മീയ സംഭാഷണം നടത്തണം. ജ്ഞാനദാനം ചെയ്ത് എല്ലാവരുടെയും ഭണ്ഡാരം നിറയ്ക്കണം. വരദാനം: സ്വമാനത്തിന്റെ സീറ്റിൽ സ്ഥിതി ചെയ്ത് ശക്തികളെ ആജ്ഞ അനുസരിച്ച് നടത്തിക്കുന്ന വിശാല ബുദ്ധിയായി ഭവിക്കട്ടെ. തന്റെ വിശാല ബുദ്ധിയിലൂടെ സർവശക്തികളാകുന്ന സേവാധാരികളെ സമയത്തിനനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കൂ. നേരിട്ട് പരമാത്മാവിലൂടെ ലഭിച്ചിട്ടുള്ള സ്വമാനത്തിന്റെ ലഹരിയിലിരിക്കൂ. സ്വമാനത്തിന്റെ സ്ഥിതിയാകുന്ന സീറ്റിൽ സെറ്റായിരിക്കൂ. എന്നാൽ സർവശക്തികളും സേവനത്തിനായി സദാ ഹാജരായിരിക്കും. താങ്കളുടെ ആജ്ഞയ്ക്കായുള്ള പ്രതീക്ഷയിലായിരിക്കും.
അപ്പോൾ വരദാനത്തെയും സമ്പത്തിനെയും കാര്യത്തിൽ ഉപയോഗിക്കൂ. അധികാരിയായി യോഗയുക്തമായി യുക്തിയുക്തമായ സേവനം സേവാധാരികളിൽ നിന്നും എടുക്കൂ. എന്നാൽ അവർ സദാ പ്രീതിയോടെ ഇരിക്കും. ഇടയ്ക്കിടെ പരാതിപ്പെടില്ല. സ്ലോഗൻ: ഏതൊരു കാര്യം ആരംഭിക്കുന്നതിനു മുമ്പായും വിശേഷിച്ച് ഈ ഒരു സ്മൃതി കൊണ്ടുവരൂ: സഫലത ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണാത്മാവിന്റെ ജന്മസിദ്ധ അധികാരമാണ്. ഓം ശാന്തി.